സ്വന്തമായിട്ട് ഒരു വരുമാനം വേണമെന്ന് മനസ്സിൽ ആഗ്രഹിച്ച് നടക്കുന്ന വീട്ടമ്മമാരാണോ നിങ്ങൾ? മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വന്തമായിട്ട് ഒരു വരുമാനം. ആരാ അങ്ങനെ ആഗ്രഹിക്കാത്തത്? ഞാനും ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ, സ്വന്തമായിട്ടൊരു വരുമാനം. അത് ഇനി ഒരു 100 രൂപയാണെങ്കിൽ പോലും നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് കേട്ടോ. വിദ്യാഭ്യാസം ഉണ്ടായിട്ടും കഴിവുകൾ ഉണ്ടായിട്ടും വീട്ടിലെ സാഹചര്യങ്ങൾ കാരണം പുറത്ത് ജോലി ചെയ്യാൻ കഴിയാത്ത ഒരുപാട് സ്ത്രീകളുണ്ടല്ലേ. കുട്ടികൾ വീട്ടിലുണ്ടാവും, അവരെ നോക്കാൻ ആരും ഉണ്ടാവില്ല, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടാവില്ല, അങ്ങനെ പല കാരണങ്ങളും ഉണ്ടാവും. ഞാനും നിങ്ങളെപ്പോലെ തന്നെ ഒരാളായിരുന്നു കേട്ടോ. ഞാൻ കുട്ടികളെ നോക്കിയും വീട്ടുജോലികളൊക്കെ ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോയ ഒരാളാണ്. പക്ഷേ മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു, സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു വരുമാന മാർഗം. ഒരുപാടൊന്നും വേണ്ട കേട്ടോ, എൻ്റെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ നടക്കാനുള്ളത്. എനിക്കങ്ങനെ ലക്ഷങ്ങൾ വേണമെന്നൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ എന്നാലും ഉണ്ടാവില്ല നമുക്ക് കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ. ഒരു 10 രൂപേൻ്റെ ക്ലിപ്പ് വാങ്ങണമെങ്കിൽ കൂടി നമ്മൾ ഹസ്ബൻഡിനോട് ചോദിക്കണം, അല്ലെങ്കിൽ അച്ഛനോടോ അമ്മേനോടോ ചോദിക്കണം, അല്ലേ? അവർ തരും, തരാതിരിക്കത്തൊന്നുമില്ല. പക്ഷേ എന്നാലും എപ്പോഴും ഇങ്ങനെ ചോദിച്ച് വാങ്ങുക പറഞ്ഞാൽ അത് നമുക്കൊരു മടിയുള്ള കാര്യമാണല്ലോ. പക്ഷേ ചെറിയൊരു വരുമാനം നമുക്കുണ്ടെങ്കിൽ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമുക്ക് സാധിച്ചെടുക്കാൻ കഴിയും, അല്ലേ? അങ്ങനെ വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കോഴീനെ വളർത്തി തുടങ്ങി. കോഴിയൊക്കെ വളർന്ന് മുട്ടയ്ക്കിടാനായ സമയത്ത് ഈ അയൽവാസികൾ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ കുറച്ച് അയൽവാസികളൊക്കെ വന്നിട്ട് ഇങ്ങനെ കോഴിമുട്ടയുണ്ടോ കൊടുക്കാനെന്ന് ചോദിച്ചു. അപ്പോൾ അവരിങ്ങനെ വന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ പറയും ഇല്ല, കൊടുക്കാനില്ല. പക്ഷേ പിന്നീടാണ് ഞാൻ ചിന്തിച്ചത്, എന്തുകൊണ്ട് എനിക്കിതൊരു വരുമാനമാർഗം ആക്കിക്കൂടാന്നുള്ളത്. കാരണം ആളുകൾ ഇങ്ങനെ വന്ന് ചോദിക്കുന്നുണ്ട് കോഴിമുട്ടയൊക്കെ ഉണ്ടോ എന്നുള്ളത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു മുട്ട വിറ്റാൽ 10 രൂപ കിട്ടും, അല്ലേ? എൻ്റെ അടുത്താണെങ്കിൽ നാടൻ കോഴികളുമാണ്. എനിക്ക് അവരെ അടയിരുത്തി കുഞ്ഞുങ്ങളെ വിരിയിപ്പിച്ച് അങ്ങനെയും കൊടുക്കാം. അങ്ങനെ ഞാൻ അന്നെടുത്ത ആ ഒരു തീരുമാനം ഉണ്ടല്ലോ, ഇന്ന് ഞാൻ സ്വന്തമായിട്ട് വരുമാനമുള്ള ഒരു വീട്ടമ്മയാണ്. 5 കോഴിയിൽ നിന്ന് തുടങ്ങി ഞാനിന്ന് ഒരു 250ഓളം കോഴിയിൽ എത്തി നിൽക്കുന്നു. എൻ്റെ അടുത്തുള്ളത് നാടൻ കോഴിയാണ് കേട്ടോ, സാധാരണ നാടൻ കോഴി. BV380 മുട്ടക്കോഴിയോ അങ്ങനെ ഒന്നുമല്ല. പിന്നെ ഏറ്റവും വലിയ ഗുണം എന്താണെന്നറിയോ? തുടക്കത്തിൽ തന്നെ വലിയ കൂട്, 100 കണക്കിന് കോഴികൾ അങ്ങനെയൊന്നും വേണ്ട കേട്ടോ. എൻ്റെ അടുത്തുള്ളത് ഒരു സാധാ എല്ലാ വീടുകളിലും ഉള്ളതുപോലെ തന്നെ ഒരു ചെറിയൊരു മരത്തിൻ്റെ കൂട്, പിന്നെ ഒരു 5 കോഴി. ഇത് വെച്ചിട്ടാണ് ഞാൻ തുടങ്ങുന്നത്. അങ്ങനെ 5 കോഴികളെ വെച്ച് തന്നെ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് ചെറിയ രീതിയിലൊക്കെ ഒരു വരുമാനം തുടങ്ങാൻ സാധിക്കും എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം. വീട്ടിലെ പണികളും നടക്കും, അതോടൊപ്പം നമുക്ക് സ്വന്തമായിട്ട് ഒരു വരുമാനം കിട്ടുകയും ചെയ്യും. പുറത്ത് പോയി ജോലി ചെയ്യണ്ട, അതുപോലെ നമ്മുടെ ചെറിയ ചെറിയ ആവശ്യങ്ങളൊക്കെ ആരെയും ആശ്രയിക്കാതെ നടക്കുകയും ചെയ്യും. പിന്നെ നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ചും നമ്മുടെ അറിവിനനുസരിച്ച് നമുക്ക് തിരഞ്ഞെടുക്കാം എന്ത് വരുമാന മാർഗമാണ് എന്നുള്ളത്. ഞാൻ കോഴിയെ വളർത്തുന്നു എന്ന് വിചാരിച്ച് നിങ്ങളും നാളെ കോഴീനെ വാങ്ങി വളർത്തണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ. അതാണ് ഞാൻ മുന്നേ പറഞ്ഞത്, നമ്മുടെ സാഹചര്യങ്ങൾക്കും അറിവിനും അനുസരിച്ച് നമുക്ക് തിരഞ്ഞെടുക്കാം എന്ന്. കോഴി വളർത്തൽ മാത്രമല്ല കേട്ടോ, നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. നല്ല രുചിയിൽ ഭക്ഷണം ഉണ്ടാക്കാൻ അറിയുന്നവരുണ്ട്, അല്ലേ? അതുപോലെ നന്നായിട്ട് തയ്ക്കുന്നവരുണ്ട്, തയ്യൽ അറിയുന്ന ആളുകൾ ഒരുപാടുണ്ട്. പിന്നെ ചെടികളെ വളർത്തി നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ആളുകളുണ്ട്. അതുപോലെ കേക്ക്, ബേക്കിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. പിന്നെ ട്യൂഷൻ, നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളുണ്ടാകും. കുട്ടികളൊക്കെ വന്നാൽ അവർക്ക് വീട്ടിൽ ട്യൂഷൻ എടുത്ത് കൊടുക്കാം. നല്ല ട്യൂഷൻ ടീച്ചറാണെങ്കിൽ ഉറപ്പായിട്ടും എല്ലാ അയൽവാസികൾ അല്ലെങ്കിൽ അറിയുന്ന ആളുകളൊക്കെ ഉറപ്പായിട്ടും കുട്ടികളെ നിങ്ങളെടുത്ത് തന്നെ വിടും. പിന്നെ ഓൺലൈനിൽ ചെറിയ ചെറിയ ബിസിനസ്സുകൾ തുടങ്ങാം. പിന്നെ അത് ഞാൻ അത്ര ഇങ്ങോട്ട് പറയുന്നില്ല, കാരണം ഓൺലൈനിലൊക്കെ നമുക്ക് ബിസിനസ് തുടങ്ങണമെങ്കിൽ നന്നായിട്ട് പൈസ മുടക്കണം. പക്ഷേ നമ്മളെ വീട്ടമ്മമാരെടുത്ത് അതിന് മാത്രം പൈസയൊന്നും മുടക്കാനുണ്ടാവില്ല, അല്ലേ? പക്ഷേ അവസരങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ, ആരും മുന്നോട്ട് വരുന്നില്ല എന്നതാണ് സത്യം. അത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ കയ്യിൽ മുടക്കാൻ പൈസ അല്ല, അത് തന്നെ കാര്യം. പിന്നെ ചില ആളുകൾക്കൊന്നും വീട്ടിൽ നിന്ന് ഒട്ടും സപ്പോർട്ട് കിട്ടില്ല കേട്ടോ. നമ്മളെന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അവർ പറയും നിനക്കൊന്നും വേറെ പണിയില്ലേ, നീ ഒന്നും മിണ്ടാണ്ട് പോയേ എന്ന് പറയും. അതിൽ മടുത്തു, നമ്മുടെ മനസ്സ് മടുത്തു, അല്ലേ? നമുക്ക് ഇത് തന്നെ നമ്മളുടെ ഡ്യൂട്ടി എന്താ? എന്നും രാവിലെ എഴുന്നേൽക്കുക, ചായ ഉണ്ടാക്കുക, ചോറുണ്ടാക്കുക, അടിക്കുക, തുടയ്ക്കുക, വാരുക, കുട്ടികളെ നോക്കുക, രാത്രി വരെ ആകുമ്പോൾ കിടന്നുറങ്ങുക, പിറ്റേന്ന് രാവിലെ എണീക്കുക, വീണ്ടും റിപ്പീറ്റ്. ഇത് തന്നെയാണ് നമ്മുടെ ജോലി.
ഇതിന് നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും തരുന്നുണ്ടോ? ഇല്ല അല്ലേ? അപ്പം ഈ ജോലികളൊക്കെ ചെയ്യുന്നതിനിടയിൽ കൂടി നമുക്ക് സ്വന്തമായിട്ട് വരുമാനം വേണം എന്നൊരാഗ്രഹം കൂടി നമുക്കുണ്ടെങ്കിൽ അതിനുള്ളൊരു സമയം കൂടി നമ്മൾ ഇതിനിടയിൽ കണ്ടെത്തണം. സമയം മാത്രം കണ്ടെത്തിയാൽ പോലെ നമുക്ക് വീട്ടിലിരുന്ന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതും കൂടി നമ്മളൊന്ന് കണ്ടെത്തണം. എന്നിട്ട് അതിനനുസരിച്ച് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ഞാൻ നന്നായിട്ട് കേക്ക് ഉണ്ടാക്കുമായിരുന്നു. പക്ഷേ അന്നെന്തോ എനിക്കതത്ര മൈൻഡിൽ വന്നില്ല. കേക്ക് ഉണ്ടാക്കി ഇങ്ങനെ സെയിൽ ചെയ്താൽ നമുക്കതൊരു വരുമാനമാക്കി എടുക്കുക എന്നുള്ളൊരു മൈൻഡ്, ആ ഒരു ഐഡിയ എനിക്കന്ന് വന്നില്ല. എൻ്റെ പൊട്ട ബുദ്ധിയിൽ അങ്ങനത്തെ ഒന്നും തോന്നിച്ചതുമില്ല. പിന്നെ ഞാൻ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യും. സ്റ്റിച്ച് ചെയ്ത് ഞാനൊരു ഷോപ്പിലൊക്കെ കുറേ പോയി. പക്ഷേ നമുക്ക് വീട്ടിൽ കുട്ടികളെ ഒറ്റയ്ക്കാക്കി പോയിട്ട് വരിക എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ അവരെ സ്കൂളിലാക്കിയിട്ട് പോകാമെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ സ്കൂള് 10:30ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ 4 മണിക്ക് വിടും. ആ ഒരു സമയത്ത് നമുക്ക് വീട്ടിലെത്താൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ചെറിയ കുട്ടികളാണ്. അപ്പം അതും നടക്കില്ല. കുറേയൊക്കെ ഞാൻ എങ്ങനെയോ തട്ടിമുട്ടി പോയി. പക്ഷേ നമുക്ക് വീട്ടിലേക്ക് എടുത്തുകൊണ്ട് വന്ന് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം കാരണം കുട്ടികളെ നോക്കണം, സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും. അന്നും ഞാൻ അതിനത്ര ഇമ്പോർട്ടൻ്റ് കൊടുത്തില്ല. പിന്നെ ഞാനിങ്ങനെ ചിന്തിച്ചു എന്താണ് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്നുള്ളത്. അങ്ങനെയാണ് ഈ ഒരു കോഴി വളർത്തലിൽ ഞാൻ തുടങ്ങിയത്. പക്ഷേ ഇത് തുടങ്ങിയ സമയത്തും ഞാനങ്ങനെ ഒരുപാട് പൈസ മുടക്കി അങ്ങനെയൊന്നും അല്ലായിരുന്നു ചെയ്തിരുന്നത്. നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഒരു കൂടൊന്നും അല്ലായിരുന്നു എനിക്ക്. ഞാൻ ജസ്റ്റ് ഒരു സാരിയൊക്കെ കെട്ടിമറിച്ച് അങ്ങനെയായിരുന്നു ഞാൻ കോഴീനെ വളർത്തിക്കൊണ്ടിരുന്നത്. പിന്നീട് എനിക്ക് വരുമാനം വരുന്നതിനനുസരിച്ച് ഞാൻ കുറച്ചേശ്ശെ അങ്ങനെയാണ് ഈ കൂടൊക്കെ ഉണ്ടാക്കിയെടുത്തത്. അതാണ് ഞാൻ പറഞ്ഞത്, തുടക്കത്തിൽ നമ്മൾ ഒരുപാട് ലാഭം കണ്ട് അങ്ങനെ ഒരുപാട് പൈസ മുടക്കി വലിയ കൂട് ഒരുപാട് 100 കണക്കിന് കോഴികളൊന്നും വാങ്ങിക്കൊണ്ടിടാൻ പാടില്ല. പ്രത്യേകിച്ച് ഒട്ടും എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകളാണെങ്കിൽ. കോഴീനെ വളർത്തി പരിചയമുള്ള ആളുകൾക്ക് അവർക്ക് അസുഖങ്ങൾ വന്നാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അറിയാം. അത് അറിവില്ലാത്ത ആളുകൾ 100 കോഴീനൊക്കെ വാങ്ങിക്കൊണ്ടിട്ട് ഏതെങ്കിലും ഒന്നിന് ഒരു അസുഖം വന്നാൽ ബാക്കിയുള്ള എല്ലാ കോഴികൾക്കും വന്ന് അതൊക്കെ ചത്തുപോകും. അതുകൊണ്ട് ഈ കോഴീനെ വളർത്താൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 5 കോഴിയിൽ സ്റ്റാർട്ട് ചെയ്യുക. 5 കോഴീനെ വളർത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് മുന്നോട്ട് പോകുമോ ഇല്ലയോ എന്നുള്ളത്. മുന്നോട്ട് പോകുന്ന അത്രയും ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അതിലേക്ക് ഒരു 5 എണ്ണത്തിനെയും കൂടി അധികം വാങ്ങിയിട്ട് ഒരു 10 എണ്ണം അങ്ങനെ വളർത്തുക. പിന്നെ മെല്ലെ കുറച്ചേശ്ശെ അങ്ങനെ വളർത്തിക്കൊണ്ട് വരിക. ഒറ്റയടിക്ക് 100 കോഴീനെയൊക്കെ വാങ്ങി വലിയ കൂടൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഒറ്റയടിക്ക് വലിയൊരു നഷ്ടത്തിലേക്ക് ഒരിക്കലും പോകരുത്. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു 5 കോഴിയിൽ നിന്നാണ് തുടങ്ങിയത്. ഇന്ന് എനിക്കൊരു 10, 250, 30, 300ഓളം കോഴികളുണ്ട്. ഇതൊക്കെ ഞാൻ ഇവിടെ അട വെച്ച് വിരിയിപ്പിച്ച കോഴികളാണ്. ഞാനിപ്പോൾ ഒരു 7-8 വർഷത്തിൻ്റെ അടുത്തായിട്ട് ഞാൻ കോഴി വളർത്തൽ തുടങ്ങിയിട്ട്. ഇപ്പോൾ ഞാൻ ചെറിയൊരു ഇൻക്യുബേറ്ററൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇൻക്യുബേറ്ററിന് അങ്ങനെ ഒരുപാട് പൈസയൊന്നും ഇല്ല. 2500-3000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു ഇൻക്യുബേറ്റർ വാങ്ങാൻ കിട്ടും. ഇനി അതല്ല, നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും അതുണ്ടാക്കാൻ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ അതിലും വളരെ ചിലവ് കുറച്ചിട്ട് നമുക്കത് ഉണ്ടാക്കിയെടുക്കാനും കഴിയും കേട്ടോ. എൻ്റെ ഇൻക്യുബേറ്ററിൽ 50 കോഴിമുട്ട നമുക്ക് വയ്ക്കാം. ഞാൻ കൂടുതലും കോഴിക്കാണ് മുട്ട വയ്ക്കാറ്. പിന്നെ മുട്ട കൂടുതൽ വരുന്ന സാഹചര്യം അല്ലെങ്കിൽ ആളുകൾക്ക് ചില സമയത്ത് എനിക്ക് ഒരു ദിവസം പ്രായമായ കുട്ടികൾക്ക് ഓർഡർ വരാറുണ്ട്. ആ ഒരു സമയത്തൊക്കെയാണ് ഞാൻ കൂടുതലായിട്ടും ഇൻക്യുബേറ്റർ ഉപയോഗിക്കാറ്. പിന്നെ നമ്മുടെ കസ്റ്റമേഴ്സ്, നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള കോഴിമക്കളെ അല്ലെങ്കിൽ കോഴീനെയാണ് അവർക്ക് കൊടുക്കുന്നതെങ്കിൽ അവർ തീർച്ചയായിട്ടും നമ്മുടെ അടുത്ത് തന്നെയാണ് വന്നിട്ട് വാങ്ങുക. ഞാൻ എൻ്റെ കോഴിമക്കൾക്ക് 7ാമത്തെ ദിവസം ലസോട്ട, 14ാമത്തെ ദിവസം IBD, വീണ്ടും 21ാമത്തെ ദിവസം ലസോട്ട, 28ാമത്തെ ദിവസം IBD. അത് കഴിഞ്ഞ് 45 ദിവസം കഴിഞ്ഞാൽ വരെ ഇളക്കും. അത് കോഴിയുടെ വെയിറ്റ് അനുസരിച്ചിട്ടോ, വെയിറ്റ് കുറവാണെങ്കിൽ കുറച്ചും കൂടി വെയിറ്റ് ആവുന്നത് വരെ കാത്തു നിൽക്കും. അതിനുശേഷം R2B ഇഞ്ചക്ഷൻ കൊടുക്കാറുണ്ട്. ഇതൊക്കെ ചെയ്തിട്ടാണ് ഞാൻ ഓരോ കസ്റ്റമേഴ്സിൻ്റെ കയ്യിലേക്കും കോഴിമക്കൾ എത്തിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇനി ഒരു ദിവസം പ്രായമായ കോഴിമക്കളെയാണ് അവർ വാങ്ങിച്ച് കൊണ്ടുപോകുന്നതെങ്കിൽ അവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കും നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത്. അപ്പം നമുക്കിവിടെ ഒരുപാട് പൂവനും പെടയും അതുപോലെ കുഞ്ഞുമക്കളും ഒക്കെ ഒരുപാടുണ്ട് കേട്ടോ. കണ്ടോ, വൈകുന്നേരം ആകുമ്പം ഞാനിവരെ തുറന്ന് വിടാറാണ് ചെയ്യുക. ഇരുടാകുമ്പം അവരങ്ങ് കൂട്ട് കയറും കേട്ടോ. രാവിലെ തുറന്ന് വിട്ടാൽ ഒരു പക്ഷേ കീരിയോ പട്ടിയൊക്കെ പിടിച്ചു കൊണ്ടുപോകും. ഇപ്പോൾ പട്ടിശല്യം കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് അവരെ ഞാൻ പുറത്ത് വിടാറില്ല. വൈകിട്ട് 3 മണിക്ക് ശേഷമാണ് പുറത്ത് വിടാറ്. നിങ്ങളും എന്നെപ്പോലെ കോഴിയെ വളർത്തുന്ന ഒരു വീട്ടമ്മയാണോ? എങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റിൽ പറയാം കേട്ടോ.
പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, അതുപോലെ തന്നെ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും എന്തു തന്നെയായാലും ഒന്ന് കമൻറ്റിൽ പറയാം കേട്ടോ. വീഡിയോ ലൈക്ക് ചെയ്യാനും ആരും മറക്കരുതേ. ഓക്കെ.